നാഫി, നമുക്കിപ്പം CRO ചെയ്യുന്നതിന് എന്തൊക്കെ ഡാറ്റയാണ് നമുക്ക് ആക്ച്വലി ഒരു കസ്റ്റമർ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടത്? CRO ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡാറ്റ മെയിനായിട്ടൊന്ന് ഗൂഗിൾ അനലിറ്റിക്സ് തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ അനലിറ്റിക്സ് പ്രോപ്പർലി ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് മേക്ക് ചെയ്യണം. പിന്നെ ഹോട്ട്ജാർ, ക്ലാരിറ്റി പോലത്തെ, പിന്നെ ഷോപ്പിഫൈൻ്റെ ഡാറ്റ ഒബ്വിയസ്ലി നമുക്ക് മാർക്കറ്റ് ഡാറ്റ. അതെ, ഷോപ്പിഫൈ ഡാറ്റ, മാർക്കറ്റിംഗ് അനലിറ്റിക്സ് സെക്ഷനിലുള്ള ഡാറ്റാസ് മെയിൻലി. പിന്നെ എന്ത് ഡാറ്റ ഉണ്ടെങ്കിലും അത്രയും ബെറ്റർ ആണ്. കൂടുതൽ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള അസംഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടുള്ള ഡാറ്റ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഡൗട്ട് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. നോർമലി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ക്രിയേറ്റീവ്സ് എത്തുകയും അതുമായി ലീഡ് വരികയും ചെയ്യും ബേസിക്കലി. അപ്പോൾ ഈ ആഡ് സ്പെൻഡിൽ മോർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ CROയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നാഫി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് കൂടുതൽ ആഡ് സ്പെൻഡിനേക്കാൾ കൂടുതൽ നമ്മൾ CRO ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയാൻ കാരണം? CRO ആഡ് സ്പെൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല. ഓക്കെ, ആഡ് സ്പെൻഡിൽ ഒബ്വിയസ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം എന്തായാലും നമുക്ക് ട്രാഫിക് കൊണ്ടുവരണമല്ലോ. അതിനെന്തായാലും ഗൂഗിളിൽ ആഡ് റൺ ചെയ്താലോ ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്താലോ അല്ലെങ്കിൽ പിന്നെ SEO ഒക്കെ നമ്മൾ ടൈം എടുത്ത് ബിൽഡ് ചെയ്താലേ അത് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, പക്ഷേ പൊതുവെ ഉള്ളൊരു ട്രെൻഡ് എന്താ പറഞ്ഞാൽ ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ CRO സെക്ഷനിൽ അല്ലെങ്കിൽ കൺവേർഷൻ ഒപ്റ്റിമൈസേഷനിൽ ഫോക്കസ് ചെയ്യാതിരിക്കുന്ന ഒരു ട്രെൻഡാണ് പൊതുവെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഏരിയ അത് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻസിൽ CROയും കൂടി കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷനും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ SEO ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 3 months to 6 months ടൈമിലാണ് ആ SEO എഫക്റ്റ് വരിക. ഓക്കെ, പക്ഷേ CRO ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഒരു മർച്ചൻറ്റ് കാണാൻ പറ്റും? ഐ മീൻ അത് അൾട്ടിമേറ്റ്ലി സെയിൽസിലുള്ള കൺവേർഷനോ അല്ലെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസിലുള്ള കൺവേർഷനോ എന്തോ ആവാമല്ലോ. അത് CRO ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ബേസിക്കലി CRO ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CROയിൽ മെയിൻലി നമ്മൾ പറയാം ഒരു ക്യാമ്പയിൻ എന്നാണ്. ഓക്കെ, ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഡാറ്റ അനാലിസിസ് ചെയ്തു, എന്നിട്ട് നമുക്കൊരു ഇൻസൈറ്റ്സ് കിട്ടി. ആ കിട്ടിയ ഇൻസൈറ്റിൻ്റെ ഒരു ഡിസൈൻ ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതിനെയാണ് നമ്മളൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ആ ഡിസൈനെ നമ്മളൊരു BW ടൂൾ ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് റൺ ചെയ്യുക. ഓക്കെ, ഓക്കെ. ആ റൺ ചെയ്ത ക്യാമ്പയിൻ അപ്പോൾ അതൊരു 2 to 3 വീക്ക് അല്ലെങ്കിൽ മാക്സിമം 4 വീക്കാണ് നമ്മൾ റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% ട്രാഫിക്കിന് ഈ ചേഞ്ച് ഷോ ചെയ്യും, 50% ട്രാഫിക്കിന് ഈ ചേഞ്ചസ് കാണിക്കില്ല. അപ്പോൾ അത് രണ്ട് ഡിഫറൻസുകൾ തമ്മിൽ ആ ഒരു കസ്റ്റമർ സെഗ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സിൻ്റെ സെഗ്മെൻറ്റ് തമ്മിലുള്ള കൺവേർഷൻ ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം എപ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ട് റെസ്പോൺസ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 വീക്ക് റൺ ചെയ്തു, ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി, അപ്പോൾ പിന്നെ നമ്മൾ 3 വീക്ക് വെയിറ്റ് ചെയ്യണ്ട. കാരണം ഒബ്വിയസ്ലി ആ ക്യാമ്പയിൻ പോസിറ്റീവ് ആണ് 1 or 2 വീക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ നമുക്കത് അങ്ങോട്ട് ഹാർഡ് കോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാം. പക്ഷെ ഒരു 1 വീക്ക് 2 വീക്ക് ആയിട്ട് നെഗറ്റീവ് തന്നെയാണെങ്കിൽ മേ ബി ഒരു 3 വീക്കൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ പോസിറ്റീവ് അല്ല അല്ലെങ്കിൽ അത്ര ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് എക്സ്പെക്ട് ചെയ്യാം. നമുക്കതപ്പോൾ പിന്നെ ക്യാമ്പയിൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം ആ അസംഷൻ കറക്റ്റ് റോങ് ആണ് എന്നാണ് അതിന്റെ ഒരു. ഓക്കെ, ഓക്കെ. അപ്പോൾ ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി നമുക്ക് അതിന്റെ ലൈക്ക് അത് അവിടെ വർക്കൗട്ട് ആവണമെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് അത് പിന്നെ എന്തായാലും നമുക്ക് വന്നുകൊണ്ട്, കാരണം നമ്മളപ്പോൾ തന്നെ അത് ഹാർഡ് കോഡ് ചെയ്തല്ലോ. ഹാർഡ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇംപ്ലിമെന്റേഷനോട് കൂടി പിന്നെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്തായാലും വെബ്സൈറ്റിൽ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊരു 1 ടൈം ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിലാണ് നമ്മൾ ഈ ഒരു CRO ഓഡിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്? എത്ര ഇന്റർവെല്ലിലാണ് ഒരു ബേസിക്കലി വൺ ടൈം എന്നുള്ളതല്ല, എന്നാൽ ഇത് ഭയങ്കര കൺസിസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ആഡൊക്കെ ഗൂഗിൾ ആഡൊക്കെ റൺ ചെയ്യുന്ന പോലെ കൺസിസ്റ്റന്റ് എപ്പോഴും റൺ ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്താന്ന് പറഞ്ഞാല് ഒരു മേ ബി ഫസ്റ്റ് ഒരു 3 months ഒക്കെ നമ്മൾ ഇതൊന്ന് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്തിട്ട് ആദ്യം റൺ ചെയ്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഓരോ ബേസിക്കലി ഒരു സെക്ഷൻസ് വൈസ് ആണ്. അപ്പം ഫസ്റ്റ് ഓഡിറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് പേജിലാണ് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉള്ളത്. ഇപ്പോൾ പ്രൊഡക്റ്റ് പേജ് ആവാം, ഹോം പേജ് ആവാം, ചെക്ക്ഔട്ട് ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പൊതുവെ നമ്മൾ കാണുക PDP പ്രൊഡക്റ്റ് പേജിലാണ്. അതെ അതെ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പേജിലുള്ള ഇഷ്യൂസ് നമ്മൾ ഓരോന്ന് നോട്ട് ചെയ്തിട്ട് അത് ആദ്യം ഒരു ക്യാമ്പയിൻ ആയിട്ട് റൺ ചെയ്യും.
അത് മേ ബി നമ്മൾ ഒരു ഫസ്റ്റ് 3 മന്ത് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് 2 മന്ത് കൊണ്ടൊക്കെ ആയിട്ട് അത് റൺ ചെയ്യും. അപ്പൊ നമ്മൾ ഡിപ്പെൻസ് നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ക്യാമ്പയിൻ റൺ ചെയ്യാം. അതല്ല ഒരു ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് അടുത്ത ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ റൺ ചെയ്യാം. ഈ ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് അപ്പം ആ പ്രൊഡക്റ്റ് പേജ് ഇമ്പ്രൂവ് ആയല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോം പേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ. അല്ലാതെ ഇതൊരു കണ്ടിന്യൂസ് ചെയ്യേണ്ടതല്ല. പക്ഷേ എവിടെയാണോ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നത് ആ ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു 2-3 മന്ത് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അങ്ങനെ കൺവേർഷൻ ഒബ്വിയസ്ലി കൂടും. പിന്നെ അതൊരു ഒപ്റ്റിമൈസ് ചെയ്യാൻ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്. അതിനെത്ര ചെയ്യണമെന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് ബേസിക്കലി അറിയാലോ. നമ്മളിത് ചെയ്തു വരുമ്പം ഇനി എത്ര ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. CRO ചെയ്യുന്നതിൻ്റെ അകത്തുള്ളൊരു മെയിൻ പാർട്ടാണല്ലോ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അതിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസേഷൻ ആയിരിക്കാം. യൂസർ വന്നു കഴിഞ്ഞാൽ ആ പേജ് ലോഡ് ചെയ്യുന്നതും ഓരോ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക? ബേസിക്കലി ഈ പേജ് സ്പീഡ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ടെക്നിക്കൽ സൈഡാണ്. അതൊരു കൺവേർഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന CRO ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന CROന്റെ വൺ ഓഫ് ദ പാർട്ടാണെന്ന് പറയാം. ബട്ട് സ്റ്റിൽ ഈ പേജ് സ്പീഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഏത് വെബ്സൈറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇതിനാണെങ്കിലും ഇ-കൊമേഴ്സിന് മാത്രമല്ല, അത് എല്ലാ ബ്രാൻഡിനും ഏതൊരു വെബ്സൈറ്റിനും പേജ് സ്പീഡ് സെയിൽ മസ്റ്റ് ആണ്. അപ്പം അതൊരു SEOന്റെ ഒരു ഓഡിറ്റിലുള്ള ഒരു പാർട്ടാണ്. അതല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇ-കൊമേഴ്സിലെ കേസിൽ പേജ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഇമേജസും പ്രൊഡക്റ്റും കാര്യങ്ങളും ഒരുപാട് പേജസ് ഉള്ള. ഇപ്പം മറ്റുള്ള വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതല്ല, ഇ-കൊമേഴ്സിൽ ഓൾറെഡി പ്രൊഡക്ട്സ് ഒരുപാട് 1000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 1000 പ്രൊഡക്റ്റിന്റെ ഇമേജസ്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ലോഡിങ് ടൈം എടുക്കും. പിന്നെ ഒരുപാട് പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന. അതെ, ഒബ്വിയസ്ലി. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ നമ്മൾ പല പ്ലഗിൻസ് അതേപോലെ തന്നെ വെബ്സൈറ്റിൽ പല ചേഞ്ചസ് കൊണ്ടുവരുന്നതിനനുസരിച്ച് കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പേജ് സ്പീഡ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണോ അതിനനുസരിച്ച് ഇത് റെഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ വീണ്ടും നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ ഒബ്വിയസ്ലി ആ പേജിന്റെ പേജ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും. അത് വീണ്ടും നമ്മൾ ഒപ്റ്റിമൈസ്